പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിന് കേരള കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തുവന്നവർ കൊച്ചിയിൽ യോഗം ചേർന്നു. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പേരിലാകും പാർട്ടി രൂപീകരിക്കുകയെന്നാണ് സൂചന. ഫ്രാൻസിസ് ജോർജ് തന്നെയാകും പുതിയ പാർട്ടിയെ നയിക്കുക. പാർട്ടി ചിഹ്നം സംബന്ധിച്ചും നേതൃനിരയിലേക്ക് ആരൊക്കെ വരണം എന്നത് സംബന്ധിച്ചും അഭിപ്രായം സ്വരൂപിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ലിജോ വർഗീസ് ഉണ്ട്. ലിജോ, എപ്പോഴായിരിക്കും പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവുക? പേര് ഇതുതന്നെയാണോ? സുഹൈല, പുതിയ പാർട്ടി, അതായത് ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള പുതിയ രാഷ്ട്രീയ പാർട്ടി അതിന്റെ പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു. ജനാധിപത്യ കേരള കോൺഗ്രസ് ഡി അഥവാ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്നതാണ് പാർട്ടിയുടെ പേര്. നിലവിൽ ഫ്രാൻസിസ് ജോർജിനെ ഔദ്യോഗികമായി പാർട്ടിയുടെ ചെയർമാനായി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റു ഭാരവാഹികളുടെ കാര്യത്തിലുള്ള തീരുമാനം പിന്നീടാണ് ഉണ്ടാവുക. ഏതായാലും സംസ്ഥാന കമ്മിറ്റിയിൽ നിലവിലുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നുള്ള 750 മെമ്പർമാരിൽ നിന്ന് 326ഓളം പേർ ഇപ്പോൾ ഈ സമ്മേളനത്തിൽ നിന്ന് സംസ്ഥാന പ്രതിനിധി യോഗത്തിലെത്തിയിട്ടുണ്ട്. അത്രയും സംസ്ഥാന കമ്മിറ്റി നേതാക്കൾ ഇന്ന് ഈ യോഗത്തിൽ കൊച്ചിയിലെത്തി എന്നുള്ളതാണ് ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ അവർക്ക് വലിയ രീതിയിൽ പ്രതീക്ഷ നൽകുന്നതും ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വരുന്ന 11, 12, 13, 14 തീയതികളിലായി ജില്ലകളിലുള്ള ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ നടക്കും. 16-ാം തീയതി കോട്ടയത്ത് വെച്ചായിരിക്കും സംസ്ഥാന പ്രതിനിധികളുടെ യോഗം നടക്കും. കോട്ടയം ആസ്ഥാനമായിട്ടായിരിക്കും പുതിയ പാർട്ടി രൂപം കൊള്ളുക. കോട്ടയത്ത് പുതിയ പാർട്ടിയുടെ ഓഫീസ് ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്യും. ഇന്നിപ്പോൾ കേരള കോൺഗ്രസിന്റെ യുവ വിഭാഗവും അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലും വനിതാ വിഭാഗം, കർഷക യൂണിയൻ തുടങ്ങിയ എല്ലാ മേഖലകളിൽ നിന്നുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ടായിരുന്നു ആ യോഗത്തിൽ. ഇപ്പോഴും പാർട്ടിയുടെ യോഗത്തിൽ വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പാർട്ടിയുടെ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ പുതിയ പാർട്ടി ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നിലപാട് ഇപ്പോൾ സ്വീകരിക്കുമെന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും നടക്കുന്നു. ഏതായാലും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി ഇടതുമുന്നണിയുമായി നടത്തുന്ന ചർച്ചകൾ സംബന്ധിച്ചോ അതല്ലെങ്കിൽ അത് സംബന്ധിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടോ? സുഹേല, നേരത്തെ തന്നെ ഈ ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പാർട്ടി വിട്ട് പുറത്തു വന്ന സമയത്ത് തന്നെ ഇടതുപക്ഷവുമായ ഒരു പ്രാരംഭ ചർച്ച മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഏതൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ ചർച്ചകൾ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മുന്നണിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതൊക്കെ സീറ്റുകൾ തങ്ങൾക്ക് ആവശ്യമുണ്ട്, എത്ര സീറ്റ് വേണം തുടങ്ങിയ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെയും ചർച്ചയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുഖാമുഖം പരിപാടി. കേരള കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് പുറത്തു വന്നവർ പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു. കേരള കോൺഗ്രസ് ഡി എന്നാണ് പാർട്ടിയുടെ പേര്. ഫ്രാൻസിസ് ജോർജ് തന്നെയായിരിക്കും പാർട്ടി ചെയർമാൻ. ലിജോ വർഗീസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.